ബാക്കി എന്തായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ തിയേറ്ററിന്റെ പ്രൊജക്ഷൻ റൂമിലാണ്. ഒരു കാലത്ത് സൂപ്പർ ഹിറ്റ് ഫിലിംസ് ഓടിക്കൊണ്ടിരുന്ന തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു തിയേറ്ററാണിത്. ഫിലിം ലോഡ് ചെയ്യണേ? ഫിലിം ലോഡിംഗ് ആണോ? ലോഡിംഗ്. ഇപ്പൊ എത്ര റീലുള്ള ഫിലിമാണ്? എത്ര റീലുണ്ടോ? എത്ര റീലുള്ള ഫിലിം? ഒറ്റ റീലുള്ളൂ. എന്താണ് ഈ പ്രോജക്റ്റിന്റെ പേരെന്നോ? പേര് വല്ലതും ഉണ്ട് എന്തെങ്കിലും? ഫോട്ടോഫോൺ. ഇത് 35mm പ്രൊജക്ടറാണ്. 35mm പ്രൊജക്ടർ. ഓക്കെ. ഇതിന്റെ വർക്കിംഗ് ഇത് സ്വിച്ച് ഉണ്ടോ? അല്ല ഇലക്ട്രിക്കൽ ആണോ? എങ്ങനെയാണ് എന്റെ വർക്ക് ചെയ്യുന്നത്? ഓൺ ചെയ്യുന്നുണ്ട്. കണ്ടോ, വലിയ പ്രൊജക്ടറാണ്. പഴയകാലത്ത് നമ്മൾ സിനിമ കണ്ട പ്രൊജക്ടറാണ്. നമ്മളൊരു തലമുറ മുഴുവനും സിനിമ കണ്ട പ്രൊജക്ടറാണ്. എൻ്റെ സൗണ്ടായി കേൾക്കുന്നത് കണ്ടോ? ഫാന് കണ്ടോ? എൻ്റെ ഫിലിം റീല്. ഈ ഫിലിം റീലിലും സെല്ലുലോയിഡിലുമാണ് ഒരു കാലത്തെ സിനിമ. അദ്ദേഹം വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് സിനിമ ഇടുന്നത്. വെറും ഒരു ജോലി ബിസിനസ് എന്നുള്ള രീതി മാത്രമല്ല. പറയട്ടോ, എങ്ങനെയാണ് വർക്കിംഗ്? എങ്ങനെയാണ് മെയിനാണ് ഇതിന്റെ മെയിൻ. ഇത് ഇപ്പൊ ഈ ലൈറ്റിന്റെ ഇതിലാണ്. ബൾബാണ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓണായി. ഓണായി. ഈ സൗണ്ട് വരുന്ന ഫാനാണ്. രണ്ട് ഫാനുണ്ട്. ഒന്ന് ഇതിന്റെ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടി. ഇതിന്റെ അകത്തുള്ള ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടി. ബൾബാണായി. ഇനിയിപ്പോ ഫിലിം റോള് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 11:30 സ്റ്റാർട്ട് ചെയ്യും. 11:30 സ്റ്റാർട്ട് ചെയ്യും. തുടങ്ങുമ്പോഴത്തേക്ക് തുടങ്ങും. ക്ലിയറായി, റെഡിയായി. ഫിലിം ലോഡ് ആയിട്ടുണ്ട്. ഇതിലൂടെ കാണാം ഫിലിം ഇപ്പോൾ ഓണായിട്ടില്ല. വേണ്ട, അതാ ഫിലിമിന്റെ സ്പൂളാണ്. നമ്മൾ ഒരു കാലം മുഴുവനും കണ്ട സിനിമകളാണ്. ഈ ഫിലിം സ്കൂളിൻ്റെ അകത്താണ് ഫിലിം ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫിലിം റോള് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓണാക്കും. ഇപ്പൊ ഓണായിട്ടില്ല, ഷോർട്ട് ടൈം ആയിട്ടില്ല. ഷോർട്ട് ടൈം ആകുമ്പോഴത്തേക്കും ഫിലിം റോള് ഓണാവും. അത് 2-3 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് ഓണാവും. വേണ്ട, ഫിലിമിന്റെ നമുക്കിതൊന്നും ഇപ്പോഴത്തെ ടെക്നോളജി അല്ല, മുൻകാലത്തെ സിസ്റ്റമാണ്. പ്യുവർ മെക്കാനിക്കലാണ്. പ്യുവർ ഒരു ഫാക്ടറി പോലെ തന്നെ കാണാനുള്ളത്. ഇന്നത്തെ ഒരു സിസ്റ്റം, ഇന്നത്തെ ഒരു ഫോർമാറ്റ് ഒന്നുമല്ല. ഇപ്പൊ ഈ കേരളത്തിൽ ഈ ഒരു തിയേറ്ററേ ഉള്ളൂ, സെൻട്രൽ തിയേറ്റർ. വേറെ ഫിലിം വരുന്നില്ല. എല്ലാം സാറ്റലൈറ്റാണ്. എല്ലാം സാറ്റലൈറ്റ് വഴി വരുന്നതാണ്. ഇപ്പോ കേരളത്തിലെ ഒരേ ഒരു തിയേറ്റർ ഉള്ളൂ, സെൻട്രൽ തിയേറ്റർ മാത്രമേ ഉള്ളൂ. ലൈവായിട്ട്, ആക്റ്റീവായിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ റോളും ഇതൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരെണ്ണം ഇവിടെ തന്നെയാണെന്നോ? അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ പ്രൊഡക്ഷൻ കമ്പനിയിലെടുത്തേക്കാണോ? അതേ കമ്പനിയിലെ ഫിലിം കമ്പനി അവര് എത്ര രൂപയ്ക്ക് കൊടുക്കാം എന്ന് വാങ്ങിക്കും, വിലയ്ക്ക് വാങ്ങിച്ചു വിടും. പഠിക്കുന്നു.
വേറെ ഓടിക്കാൻ സ്ഥലമില്ലല്ലേ, വേറെ ഓടിയ സ്ഥലമില്ല. അതുകൊണ്ട് അവിടെ വെച്ചിരുന്ന പൈപ്പ് വീഴും, അതുകൊണ്ട് അവർ കിട്ടുന്ന വിലക്ക് കൊടുക്കും. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഷോ ഓടിക്കാം. ഇപ്പൊ ഇവിടെ ഏതെങ്കിലും ഒക്കെ റോളുണ്ടോ പഴയ അങ്ങനത്തെ സിനിമകളുടെ? നമുക്ക് കാണിച്ചു തരും ഏതെങ്കിലും ഉള്ളത്. പുറത്തുണ്ട്. നമുക്ക് കാണാം, ഇത് കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം. കണ്ടത് പ്രൊജക്ഷൻ റൂമാണ്. നമ്മുടെ പഴയകാലത്തെ സിനിമ നമ്മൾ താഴെ ഇരുന്ന് ബാൽക്കണിയിൽ നിന്നും ഓരോരോ സർക്കിളായിട്ട് തിരിഞ്ഞ് നമ്മൾ സിനിമ കാണും. അതിന്റെ പ്രൊജക്ടർ റൂം എന്താണ് എന്നുള്ളത് നമുക്ക് ഒരു പിടിയില്ല. പക്ഷെ ഇത് കണ്ടോ, ഓരോ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. തുടങ്ങാണ്, അതേപോലെ സിനിമ തുടങ്ങാണ്. സിനിമ തുടങ്ങാനുള്ള പ്രോസസ്സാണ്. അതാ ചേട്ടൻ സിനിമ തുടങ്ങാണ്. അതാ സ്വിച്ച് ഓൺ ചെയ്തു. അവിടെ സ്പൂള് കറക്കും പോലെ കറക്കുന്നുണ്ട്. യെസ്. കണ്ട വാരേ വാ. അതാ അവിടെ ട്രെയിനിൽ സിനിമ തെളിയുന്നുണ്ട്. കണ്ട, നമ്മൾ പണ്ട് നസീർ സാറിന്റെയും ജയൻ, മധു എന്ന് വേണ്ട എല്ലാവരുടെയും സിനിമ കണ്ടുകൊണ്ടിരുന്ന ആ രീതിയിൽ സ്പൂൾ ഓണായിരിക്കുകയാണ്. അതാ സെല്ലുലോയിഡ് ഓണായിരിക്കുകയാണ്. ഇത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോ കണ്ട ഒരു വലിയൊരു സിസ്റ്റം ഓൺ ചെയ്ത് വർക്ക് ചെയ്യുന്ന പോലെ ഉണ്ട്. വാ, നമുക്ക് ഇന്നൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് വർക്കിംഗ് ഇതിന്റെ. ശരിക്കും പറഞ്ഞപ്പോ സിനിമ ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നത് ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് മുൻപാണെങ്കിൽ 2000 അടിയാണ്. 2000 അടി ഓടിച്ചിട്ട് ഇതിന്റെ ബാക്കി അതിൽ കാണും, അതിന്റെ ബാക്കി ഇതിൽ കാണും. ഇങ്ങനെയാണ് മാറ്റി തിരിച്ച് ഓടിക്കുന്നത്. ഓടിക്കും, രണ്ടുപേര് കാണും. അപ്പൊ നിന്ന് ഓടിക്കും. ഒരു സൈഡ് 2000 റീല്, അടുത്ത സൈഡ് 2000 റീല്. ബാക്കി അല്ല, ഇതല്ല, പടം നടത്തി നിർത്തില്ല, പടം നിർത്തില്ല, പടം കറക്റ്റായി ഓടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ തീരാൻ നേരത്ത് അച്ഛൻ സ്റ്റാർട്ട് ചെയ്യും, ഇതിന് തീരാൻ നേരത്തെ അത് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ബാക്കി അതിൽ കാണും. അപ്പൊ അതിന്റെ ബാക്കി കറക്റ്റിലിടും. ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ബൾബ് ചൂടായിക്കൊണ്ടിരിക്കും ഈ സമയത്ത്. കാർബണാണ്, കാർബൺ ഈ സാധനം ഈ ഇതായിരുന്നു പണ്ടുണ്ടായിരുന്ന ഈ ഇതിലായിരുന്നു ബൾബിനും മുൻപുള്ള കാലത്ത്. കത്തുന്നത്. ഇത് നെഗറ്റീവ് പോസിറ്റീവ് വെച്ചിട്ട് ഇത് കത്തും. ഓക്കെ. ഇന്നൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പോലെ ഉണ്ടല്ലോ. അത്രയുണ്ട്. 5 കൊല്ലം കളിക്കുമ്പോഴേ ലൈസൻസ് കിട്ടും. ലൈസൻസ് വേണം, ലൈസൻസ് ഇല്ലാതെ പഠിക്കാറില്ല. ഇവിടെ കേരളത്തിലൊക്കെ ലൈസൻസ് വേണം, ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുക്കെങ്കിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പം 75 കിട്ടിയതാണ് ലൈസൻസ്. 70 തിയേറ്റർ കയറി SLC പരീക്ഷ എഴുതിന്റെ കിട്ടുന്ന തിയേറ്റർ കയറിയതാണ്. അന്ന് ഞാൻ ഇന്ന് വരെ തിയേറ്ററിൽ തന്നെ. ഇവിടെ അല്ല, ഇവിടെ 2000 വരെ ഉള്ളൂ. അതിന് വേറെ നിലഞ്ഞേരുണ്ടായിരുന്നു, പിന്നെ ഒട്ടക്കോറുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പല സ്ഥലത്തും ഉണ്ടാകും. വേറെ തിയേറ്ററില്ല, വേറെയൊക്കെ എല്ലാം കുറച്ച് പുതിയ മെത്തേഡാണ്. ഒരുപാട് സിനിമകളെ കണ്ടതാണ്. തിരക്ക് പിടിച്ച് ഇതിന്റെ അടുത്തായിരുന്നു വീട്. എല്ലാ സ്ഥലത്തും അല്ലേ അന്ന് സിനിമ ആണെങ്കിൽ തിയേറ്റർ വന്നാലേ വേറെ മാർഗമില്ല. ഇപ്പൊ അങ്ങനെയല്ല, സിനിമ ആണെങ്കിൽ മൊബൈലൊന്നും ആണെങ്കിൽ അല്ല, ഇത് വേറെ ഉണ്ട്. തിരുവനന്തപുരത്ത് ഒരു തിയേറ്റർ തന്നെ ഒരു പടം ഓടും. അത് 100, 100, 300 ദിവസമാണ് ഓടുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഒരു പടം തന്നെ 20 തിയേറ്ററിലാണ് കളിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെ. അന്ന് അതിൻ്റെതായ സിനിമ കാണണമെങ്കിൽ തിയേറ്റർ വന്നാലേ പറ്റും. ഇപ്പൊ അങ്ങനെയല്ല, സിനിമ ഇറങ്ങിയത് പിറ്റേന്ന് മൊബൈലിൽ കുത്തിയാണ് എപ്പോഴും കാണാം. കാരണം അങ്ങനത്തെ ആയിരിക്കും. തിരക്ക് അന്നൊക്കെ പഴയ വർഷത്തിൽ എല്ലാത്തിനും തിരക്കിയല്ല.
ഞാൻ ഇന്ന് കിളിമാന്ന് പറയുന്നത് പെണ്ണുകൾക്ക് മാത്രം ഷോ അടിച്ചിട്ടുണ്ട്, സ്ത്രീകൾക്ക് മാത്രം സ്ത്രീ അയ്യപ്പായി സ്വാമി അയ്യപ്പായി പടത്തിന് പെണ്ണുകൾക്ക് മാത്രം. ഇത് ആണുങ്ങളെ കേട്ട സ്ഥലമില്ല, പറഞ്ഞ പെണ്ണുങ്ങളെ മാത്രം കയറ്റി. അല്ല, ഇത് നമ്മള് നെഗറ്റീവ് പോസിറ്റീവിടെ വയ്ക്കും, നെഗറ്റീവ് അപ്പുറത്ത് വയ്ക്കും. ഇതിലെ കാർബൺ അങ്ങ് കത്തും. അത് പിന്നെ ഇവിടെ എടുക്കും. അല്ല, അത് ഇവിടെ തിരുനെൽവേലിയാണ് മേടിച്ചത്. ഇവിടെ ഇല്ല, കേരളത്തിലൊന്നും ഇല്ല. മറ്റു തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഇതിലുമില്ലാത്തതിന് വേണ്ടി ആർക്കും വേണ്ടല്ലോ. അതൊന്ന് മേടിച്ചെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഓർഡർ ചെയ്ത്. അതിനങ്ങനെ കണക്കല്ലോ നമ്പറോ അങ്ങനെ? അല്ല, 60 70 കണക്കുള്ളൂ. പിന്നെ 35 കണക്കിനുള്ളൂ. അങ്ങനെ എന്നിട്ട് ഈ ഇതിൽ എടുത്തിട്ടാണ് ഈ കാർബൺ ഈ മെഷീനിലാണ് കാർബൺ കണ്ട മോഷൻ പിക്ചർ റെക്ടിഫയർ എഴുതിയിരിക്കുന്നുണ്ടോ ഇതിൻ്റെ അകത്തുണ്ട്. ആ അതാ കണ്ട കണ്ട പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യണം അതിന്റെ. ഓ മൈ ഗോഡ്, നോക്കിയത് കണക്ട് ചെയ്യുന്നത്. നമ്മളൊരു സിനിമ അവിടെ നിന്ന് കൈയടിച്ച് കാണുന്നത് നമുക്കറിയാം, പക്ഷെ അതിന്റെ പിന്നിലുള്ള വർക്ക് ഉണ്ടോ അന്നത്തെ കാലത്ത് ഇത് കാണുമ്പോ തന്നെ പേടിയാവുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, പറഞ്ഞുതരാൻ ഒരു പിടിയും കിട്ടുന്നില്ല. ചേട്ടൻ പറയുന്നത് കേൾക്കുന്നേ ഉള്ളൂ. ആ അതെ കണ്ട, അവിടെ വെച്ചപ്പോഴത്തേക്കും ഇവിടെ ഓണായി സ്വിച്ച്. ഓ മൈ ഗോഡ്, ഇപ്പൊ ഇവിടെ കണ്ടോ ഇതാ. ഓ ഓ മൈ ഗോഡ്, കണ്ടോ വെൽഡിങ് പോലെ തന്നെ ഉണ്ട്. അവിടെ ചൂടായി അവിടെ. കണ്ടോ, നേരത്തെ പറഞ്ഞ റിവൈൻഡിങ് ആണ്. ഷോ കഴിഞ്ഞ് ഫിലിം തിരിച്ച് റിവൈൻഡ് ചെയ്യാണ് അടുത്ത ഷോയ്ക്ക് വേണ്ടി. ഇന്ന് നമ്മൾ കണ്ട തിരുവനന്തപുരത്തെ സെൻട്രൽ തിയേറ്ററിലെ ഈ ചന്ദ്രദാസ് ചേട്ടൻ പ്രൊജക്ഷനിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണത്തിന് പോലും ഷോ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോയത് വർഷങ്ങൾക്ക് മുൻപേ. ഒട്ടും പരാതിയോ പരിഭവമോ കലർന്ന ഒരു സ്വരത്തിലല്ല അദ്ദേഹം പറഞ്ഞത്. കാരണം ആ ജോലി എന്താണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഒരു തലമുറ സിനിമ കണ്ടതും കേട്ടതും അറിഞ്ഞതുമെല്ലാം ഇതുപോലുള്ള ഒരുപാട് പേരുടെ വിയർപ്പും സമയവും അവരുടെ ജീവിതവും ഒക്കെ ആയിരുന്നു. നമ്മൾ താഴെയിരുന്ന് വിസിലടിച്ച് കൈയടിച്ച് ആർത്ത് വിളിക്കുമ്പോൾ ഈ ഇരുട്ടത്ത് ഈ വിയർത്ത് കുളിച്ച് ഇവർ മുകളിൽ നിൽക്കുന്നുണ്ടാകും. നമ്മൾ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല, അടുത്ത് ഇത്രയും വർഷത്തിന് ശേഷമാണ് അറിയുന്നത്. എന്തായാലും
ലോകമെമ്പാടുമുള്ള ചന്ദ്രദാസേട്ടനെ പോലുള്ള ഒരുപാട് പ്രൊജക്ഷനിസ്റ്റ് ഉണ്ട്. അവരെയും എല്ലാവരെയും ആ പ്രൊജക്ഷനിസ്റ്റ് അവരെല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ നിമിഷത്തിൽ ഒന്ന് ഓർക്കുന്നു. അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം. പത്മ നവരാത്രി.